S3F വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജുറാസിക് പാർക്ക് എന്ന സിനിമ മിക്കവരും കണ്ടു കാണുമല്ലോ. തീർത്തും ഭീതിജനകമായ ഒരു ദ്വീപാണ് സിനിമയിൽ കാണിക്കുന്നത്. മൈക്കിൾ ക്ലീറ്റന്റെ ജുറാസിക് പാർക്ക് എന്ന നോവലിന്റെ പ്രചോദനം ഉൾക്കൊണ്ടാണ് ജുറാസിക് പാർക്ക് എന്ന സിനിമ ചിത്രീകരിച്ചത്. അതിനാൽ തന്നെ ആ ദ്വീപ് വെറും സാങ്കല്പികമാണെന്നാണ് പലരുടെയും വിശ്വാസം. എന്നാൽ യഥാർത്ഥത്തിൽ അത്തരത്തിൽ ഒരു വിചിത്ര ദ്വീപ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും? വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ജുറാസിക് പാർക്ക് എന്ന മൈക്കിൾ ക്ലീറ്റന്റെ നോവലിന് പ്രചോദനം നൽകിയ ആ ദ്വീപിന്റെ പേരാണ് കോക്കോ ഐലാൻഡ്. അപകടകാരികളായ ജീവികളുടെ ആവാസ കേന്ദ്രം എന്ന രീതിയിലും വിലമതിക്കാനാവാത്ത നിധികൾ ഒളിഞ്ഞു കിടക്കുന്ന ദ്വീപെന്ന രീതിയിലും കുപ്രസിദ്ധി നേടിയ കോക്കോ ഐലാൻഡിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. സോ ഞാൻ പറഞ്ഞു ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ജുറാസിക് പാർക്ക് എന്ന പുസ്തകത്തിലും സിനിമയിലുമൊക്കെ ഉള്ളതുപോലെ ഈ ദ്വീപിൽ ദിനോസറുകളൊന്നുമല്ല വസിക്കുന്നത്. മറിച്ച് ഇവിടെ വാഴുന്നത് അപകടകാരികളായ കൊലയാളി സ്രാവുകളാണ്. അവ കൂടാതെ 400ഓളം വിചിത്ര പ്രാണികളും ഈ ദ്വീപിന് ചുറ്റുമുള്ള ഉഷ്ണമേഖല മഴക്കാടുകളിൽ വസിക്കുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ധൈര്യശാലികളായ സഞ്ചാരികൾ വരെ അവിടെ ചെല്ലാനൊന്നും മടിക്കും. കോസ്റ്റാറിക്കയുടെ തീരത്ത് നിന്ന് 340 മൈൽ അകലെയാണ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ കർശനമായ സുരക്ഷാ നിയന്ത്രണങ്ങൾ കോക്കോസ് ഐലാൻഡിനുണ്ട്. അതിനാൽ തന്നെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അവിടം സന്ദർശിക്കാൻ അനുമതിയുള്ളൂ. മാത്രമല്ല 200 വർഷങ്ങൾക്ക് മുമ്പ് ദ്വീപിലെവിടെയോ $1 ബില്യൺ നിധിശേഖരം കുഴിച്ചിട്ടതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഹിമയുടെ നിധി എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. 1820 ആണ് നിധിയുടെ ചരിത്രം ആരംഭിക്കുന്നത്. അതായത് ഏകദേശം 200 വർഷങ്ങൾക്ക് മുമ്പ്. പേരിൽ ചെറുതാണെങ്കിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ പെറുവിന്റെ തലസ്ഥാനവും അവിടുത്തെ ഏറ്റവും വലിയ നഗരവും ആണ് ലിമ. 16-ാം നൂറ്റാണ്ട് മുതൽ ആ നഗരം സ്പെയിന്റെ കീഴിൽ ആയിരുന്നു. അങ്ങനെ ഭരിച്ചു വരുമ്പോൾ ആണ് തെക്കേ അമേരിക്കയിലെ പല രാജ്യങ്ങളിലും ജനം സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം ആരംഭിച്ചത്. അതിന് കാരണവുമുണ്ട്. സ്പാനിഷ് ഭരണാധികാരികൾ തെക്കേ അമേരിക്കയിലെ വിലപിടിച്ച പല വസ്തുക്കളും അതിനോടകം തന്നെ കടത്തിക്കൊണ്ടു പോയിരുന്നു. ജനങ്ങൾക്ക് ഉപകാരമുള്ള യാതൊന്നും ചെയ്യുന്നുമില്ല. അങ്ങനെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടം കൊടുമ്പിരി കൊണ്ടതോടെ അവിടെയുള്ള സ്പാനിഷ് അധികാരികളും ലിമ വിട്ടു പോകാൻ തീരുമാനിച്ചു. പക്ഷേ അക്കാലമത്രയും സംഭരിച്ച വിലയേറിയ ഒട്ടേറെ വസ്തുക്കളും സ്വർണവും രത്നങ്ങളും എല്ലാം അതിനു മുമ്പ് അവിടെ നിന്ന് കൊണ്ടുപോകണമായിരുന്നു. മെക്സിക്കോയിലോട്ട് മാറ്റാൻ ആയിരുന്നു ലിമയുടെ വൈസ്രോയുടെ തീരുമാനം. അക്കാലത്ത് മെക്സിക്കോ സ്പെയിന്റെ കീഴിൽ ആയിരുന്നു. മനുഷ്യന്റെ അതേ വലിപ്പമുള്ള 2 സ്വർണ്ണ പ്രതിമകൾ ഉൾപ്പെടെ കപ്പലിൽ കടത്താൻ വൈസ്രോയ് ചുമതല നൽകിയത് ക്യാപ്റ്റൻ വില്യം തോംസൺ എന്ന കപ്പിത്താനെ ആയിരുന്നു. എന്നാൽ യാത്രയ്ക്ക് ഇടയിൽ വില്യമിന്റെ യഥാർത്ഥ മുഖം പുറത്തു വന്നു. സുഹൃത്തുക്കളിൽ ചിലരെ വട്ടം കെട്ടി വില്യം കപ്പൽ മോഷ്ടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കൂട്ടാളികളുടെ സഹായത്തോടെ കാവൽക്കാരെ ഉൾപ്പെടെ കൊലപ്പെടുത്തി കടലിലേക്കെറിഞ്ഞു. കപ്പലുമായി അവർ കോക്കോ ഐലാൻഡിലേക്ക് നീങ്ങി. ഇന്നത്തെ കണക്കനുസരിച്ച് ഏകദേശം 1600 കോടിയോളം രൂപ മൂല്യം ഉള്ള നിധിയായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ചരിത്ര മൂല്യം അതിലും എത്രയോ ഇരട്ടി ഉണ്ടാകും. എന്തൊക്കെയാണെങ്കിലും കോക്കോസ് ഐലാൻഡിൽ നിധി കുഴിച്ചിട്ട് മടങ്ങുന്നതിനിടയിൽ സ്പാനിഷ് പട്ടാളം വില്യം തോംസനെ കപ്പൽ സഹിതം പിടികൂടി. അയാളെയും സഹായി ജെയിംസ് അലക്സാണ്ടർ ഫോക്സിനെയും ഒഴികെ എല്ലാവരെയും തൂക്കിലേറ്റി. കോക്കോ ഐലാൻഡിൽ നിധി കാണിച്ചു തരാമെന്ന ഉറപ്പിലായിരുന്നു
വില്യമിനെയും ജെയിംസിനെയും കൊല്ലാതെ വിട്ടത്. പക്ഷേ നിധി തേടി ദ്വീപിലെത്തിയതിന് പിന്നാലെ ഇരുവരും രക്ഷപ്പെട്ടു. ആ കൊടുങ്കാട്ടിൽ ഇവരെ എങ്ങനെ കണ്ടെത്താനാണ്? തുടർന്ന് സ്പാനിഷ് സംഘം അവരെ ദ്വീപിൽ ഉപേക്ഷിച്ചു പോയി. അതുവഴി വന്ന ഒരു കപ്പലിൽ വില്യം കാനഡയിലെ ന്യൂ ഫൗണ്ട്ലാൻഡിലേക്ക് കടന്നു എന്നാണ് പറയപ്പെടുന്നത്. ജെയിംസ് ആകട്ടെ കാലിഫോർണിയയിലേക്കും കടന്നു. ഇരുവരും പിന്നീട് ഒരിക്കലും നിധി തേടി കോക്കോ ഐലാൻഡിലേക്ക് വന്നിട്ടില്ലത്രേ. പക്ഷെ ഈ കഥ പരന്നതോടെ ഇക്കാലത്തിനിടയിൽ ആ ദ്വീപിലേക്ക് നിധി തേടി വന്നവരെ എണ്ണിയാൽ തീരില്ല. പലരും ഭാഗ്യം പരീക്ഷിച്ചു, പക്ഷേ ഒന്നും ലക്ഷ്യത്തിലെത്തിയില്ല. സ്പാനിഷ് അധികൃതരെ വില്യവും ജെയിംസും പറ്റിച്ചതാണെന്നും തെക്കേ അമേരിക്കയിലെ മറ്റൊരു ദ്വീപിലാണ് നിധി ഉള്ളതെന്നും വിശ്വസിക്കുന്നവർ ഏറെയാണ്. എന്നാൽ വേറെയും വിലപിടിപ്പുള്ള ശേഖരങ്ങൾ കോക്കോ ഐലാൻഡിൽ ഉണ്ടെന്ന് അഭ്യൂഹങ്ങളും ഉണ്ട്. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ജർമ്മൻ ഇംഗ്ലീഷ് കൊള്ളക്കാർ ദശലക്ഷക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന സ്വർണം, വെള്ളി, രത്നം എന്നിവയും കൊക്കോ ഐലാൻഡിൽ ഒളിപ്പിച്ചതായും പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നവരിൽ കൂടുതലും നിധി തേടി എത്തുന്നവരാണ്. എന്നാൽ പര്യവേഷകർ ദ്വീപിൽ 500-ലധികം പര്യവേഷങ്ങൾ നടത്തിയെങ്കിലും ഇതുവരെ നിധി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം. അങ്ങനെ ഒടുവിൽ കോസ്റ്റാറിക്കൻ ഗവൺമെന്റ് ദ്വീപിലേക്കുള്ള പ്രവേശനം നിരോധിക്കുകയാണ് ചെയ്തത്. വന്യജീവികളെ നിരീക്ഷിക്കുന്നതിനും പഠിക്കുന്നതിനുമായി അവിടെ ജോലി ചെയ്യുന്ന റേഞ്ചർമാർക്ക് മാത്രം ഇപ്പോൾ കോക്കോസ് ഐലാൻഡിൽ പ്രവേശിക്കുന്നത്. അവരുടെ സന്ദർശനങ്ങൾ പോലും കർശനമായി നിയന്ത്രിക്കപ്പെടുന്നുണ്ട്. അവരെ കൂടാതെ മുങ്ങൽ വിദഗ്ധന്മാരും അവിടെ സന്ദർശിക്കുന്നുണ്ട്. ഏതായാലും ഇന്നും വിലമതിക്കാനാവാത്ത ആ നിധി കോക്കോസ് ഐലാൻഡിൽ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.